നിങ്ങളുടെ റൂമിൽ വരുമ്പോ അപ്പനും അമ്മയ്ക്കും വിളിക്കും. ന്യൂക്ലിയർ റസാഖ് ഭായൊക്കെ എന്താ നല്ല രീതിക്ക് സംസാരിച്ചോണ്ടിരുന്ന, മാന്യമായിട്ട് എന്നിട്ട് സംസാരിച്ചോണ്ടിരുന്ന ആരാണ് തെറി പറഞ്ഞത്? തെറി പറഞ്ഞു ഞാൻ മുഴുവൻ അവര് ഓഡിയോ ഞാൻ ഇവിടെ കേൾപ്പിക്കില്ല. ഒരു 3-4 വർഷം കൊണ്ട് നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിന്റെ റൂമിൽ കയറി ഇറങ്ങി മൊത്തം പോയില്ലേ, എന്ത് ആകെ പോയി? തലതിരിഞ്ഞ് പോയില്ലേ. എന്ത് പോയി? പിന്നെ നിങ്ങൾ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് പോയി? ഇനി ബാക്കി കുറച്ചുപേരും കൂടെ ഉണ്ട്, എന്നെ അല്ല പോലെയുള്ള കുറച്ചുപേരും കൂടെ ഉണ്ട്. അല്ല എന്ത് ആ പോയി? റൂമുകളിൽ പോകാത്തതുകൊണ്ട് നമ്മളിതാ ഇപ്പോഴും നിങ്ങളുടെ എന്ത് റൂമിൽ പോയി? എന്ത് പോയി എന്നാ പറയുന്നേ? ഏത് എനിക്ക് റൂമിലും മനസ്സിലായി. കയറി സംസാരിക്കാൻ പാകത്തിന് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അല്ലല്ലേ ഈ അവര് അവര് എന്ത് പോയി എന്നാണ് താങ്കൾ അവകാശപ്പെടുന്നതെന്ന് പറയൂ പ്ലീസ്. ആ എന്താണ്, ആ പുള്ളിക്കാരന്റെ നേറ്റീവായിട്ടുള്ള ആ ഒരു ശൈലി ഉണ്ടല്ലോ, അതൊക്കെ മാറിപ്പോകാൻ കാരണം എന്താണ്? നിങ്ങൾ റൂമുകൾ ഇടും, തുടങ്ങുമല്ലേ, രാവിലെ തൊട്ട് തുടങ്ങും. ഞങ്ങൾ എന്താണ് ആരെങ്കിലും പാതിരാത്രി വിളിച്ച് വരെ, തെറി പറയൂ? അതൊന്നും അറിയത്തില്ല. പിന്നെ പുള്ളിക്കാരൻ നിങ്ങളുടെ റൂമിൽ വന്നിരിക്കലുണ്ട്. ആര്? റസാഖ്? പുള്ളിക്കാരൻ നിങ്ങളുടെ റൂം അല്ല, ഈ ക്ലബ് ഹൗസ് തുടങ്ങുന്നതിന് മുമ്പ് പുള്ളിക്കാരൻ എനിക്ക് അറിയുകയും ചെയ്യാം. DJ റസാഖ്? പിന്നീട് കാണുന്നത് സ്ഥിരം നിങ്ങളുടെ എന്താണ് അച്ഛൻ കുഞ്ഞിന്റെ ഒക്കെ റൂമിൽ വന്നിരിക്കുന്നതോ. കാരണം അത് ഞങ്ങൾ സത്യങ്ങൾ കേൾക്കുന്നതല്ലേ വിളിച്ചു പറയുന്നത് ആൾക്കാരെ കേൾക്കാൻ താല്പര്യമുണ്ട് മുസ്ലിങ്ങൾക്ക്. ആൾക്കാരെ ആൾക്കാരെ മാറ്റിമറിക്കാൻ അങ്ങനെയുള്ള റൂമുകൾ പോരെ. എത്ര 800 ദിവസം കൊണ്ടൊക്കെ ആയില്ലേ റൂം ഇട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട്. അതെ, അപ്പൊ ഇതില്ലേ ആൾക്കാരെ ഈ ഞങ്ങളുടെ റൂം മാറ്റുന്നുണ്ടെന്ന് ഏത് നഹാസിന് അറിയാം. ഏത് മാലാക ആയാലും ആ റൂമില് 800 ദിവസം വന്നിരുന്ന തീർന്നില്ലേ, സാത്താനാവത്തില്ലേ. ഞങ്ങൾ അപ്പൊ തെറി പറയാ കാരണക്കാരനാരാണ്? ഒരു മിനിറ്റ് ഞങ്ങൾ തെറി പറയാറില്ല. ഞങ്ങളുടെ റൂമിൽ തെറി പറയാറില്ല. ഞങ്ങൾ 2025 ഒരാളുടെ അപ്പനും അമ്മയ്ക്കും വിളിക്കാറില്ല. ബെസ്റ്റ് ഞങ്ങൾ ഊള കോമഡി. എന്ന് വിളിക്കാറില്ല. ഞങ്ങൾ മറ്റേ ഞങ്ങളെന്ന് അസഭ്യമായിട്ടുള്ള പറഞ്ഞ ആരാണ്? അതൊന്ന് പറഞ്ഞു. ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാണ്? ഇവിടെ ഇപ്പൊ ഞാനും ന്യൂക്ലിയറും എക്യൂപ്പാണുള്ളത്. എക്യൂബും ഞാനും എക്യൂപ്പ് കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഞാനും എക്യൂപ്പിനെയും കൂടി ചേർത്ത് പറയുന്നു. ഓക്കെ ഓക്കെ ആ. ഓക്കെ അപ്പൊ ഓക്കെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അത് വിളിച്ചു. അത് ഞാൻ അംഗീകരിക്കും, അത് ഞാൻ ആ അംഗീകരിക്കും. അപ്പൊ ഈ നിങ്ങൾ ഇന്നലെ രണ്ടുപേരും ഇന്നലെ തെറി ഇന്നലെ വിളിച്ചാൽ ഞാൻ ഇന്നലെ അതെ അംഗീകരിക്കും. ഇവിടെ ജർഷൻ വന്നത്. ജർഷനും തെറി പറയാറില്ല. ജർഷൻ ആരെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ റൂമിലെ രായണ്ണൻ പച്ചത്തെറി പറയും, അബു പച്ചത്തെറി പറയും, റസാക്ക് തെറി പറയും, ഷാ തെറി പറയും. ഷായൊക്കെ മഹാവൃത്തിയാണ് പറയണേ. പിന്നെ മറ്റേ പട്ടാളം തെറി പറയും, നിസു തെറി പറയും. ആ പറഞ്ഞോ. ഇത്രയൊന്നും നമ്മൾ പറയേണ്ട കേൾക്കണം. കാര്യമില്ല. റസാഖ് ഇത്രമാത്രം മാറ്റം വരുമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇസ്ലാം മതത്തിന്റെ ആ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കി. അല്ല അത് ആരോ എന്തോ അതിലേക്ക് വരാം. പറഞ്ഞത് കേട്ടപ്പോഴത്തേന് അല്ല ഇത് തെറി ആരോ പറയണതിനെ കുറിച്ച് എന്തോ ചോദിക്കട്ടെ. പറഞ്ഞു പറഞ്ഞപ്പോഴത്തേന് ആ അത് തന്നെയാണ് ഇത്രയും നാളും 52 വർഷം പുള്ളിക്കാരനെ നേരെ എന്താണ് നടത്തിയത് ആ ഇസ്ലാം മതമാണ്. എന്ന് തുടങ്ങിയോ ക്രൈസ്തവ റൂമുകൾ തുടങ്ങിയോ, അത് കേൾക്കാൻ പോയി ഇരുന്നു, അന്നല്ലേ ആള് ആണ് മാറിപ്പോയത്. ഇസ്ലാമിന്റെ നമ്മുടെ രാഷ്ട്രീയമായെന്ന് ഗതികേടാണെന്ന്. പറയാൻ പറ്റുമോ? റഷീദിക്ക് വന്നു. ഇസ്ലാമിന്റെ ഈ പരാതികൾ കേൾപ്പിച്ചു ഗതികേടാണെന്ന് തുടങ്ങിയത് അന്നോട്ടാണ്. ഒരു മിനിറ്റ് ഈ ഇസ്ലാമിന്റെ റസാഖ്, ഒരു പരാതികൾ മിനിറ്റ് കേൾപ്പിച്ചു ജർഷ, തുടങ്ങിയത് ചർച്ച തിരിക്കല്ലേ. ഒരു മിനിറ്റ്. അതെ, ഞങ്ങളുടെ റൂമിൽ പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ റൂമിൽ ആരും തെറി പറയാറില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് തെറി കേട്ടു എന്ന് പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ തെറി പറഞ്ഞിട്ട് പറയാ ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ വിളിച്ച് തെറി പറയാ, എന്നിട്ട് പറയാ ഞങ്ങളെ തെറി പറയണേ. ഇത് എങ്ങനെ സാധിക്കുന്നു നഹാസെ? ഇന്നലെ ഞാൻ നഹാസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്ത് തെറിയാണ് അവിടെ പറഞ്ഞേ? എന്റെ അപ്പനെ വിളിച്ചു, അമ്മയ്ക്ക് വിളിച്ചു. ഒറ്റ സെക്കൻഡ്. ന്യൂക്ലിയറിന് ഞാൻ അയച്ച മെസ്സേജുകളുണ്ട്, ആ ഹിസ്റ്ററി ഒന്ന് പുറകിലോട്ട് എടുത്ത് നോക്കി. എത്ര റൂമുകളിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ക്രൈസ്തവ റൂമുകളിൽ ഇരുന്നപ്പോ തന്നെ ഇതൊക്കെ കേൾക്കാൻ എന്തിനിരിക്കുന്നു ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ന്യൂക്ലിയർ ചിലപ്പോൾ മറന്നു കാണും. അല്ല ഞാൻ തെറി പറഞ്ഞിട്ടില്ലല്ലോ, എനിക്കറിയില്ല. എക്യൂപ്പിനും അയച്ചിട്ടുണ്ടാവും. എക്യൂപ്പും ആ ഹിസ്റ്ററി എടുത്ത് ചാറ്റ് ഹിസ്റ്ററി എടുത്ത് അതൊക്കെ പോട്ടെ. റസാഖ് ഇന്നലെ അതൊക്കെ പോകുന്ന എങ്ങനെയാ? അതൊക്കെ ഒരു പോകുന്ന മിനിറ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. പരസ്പരം അല്ല, ഒരു മിനിറ്റ്. നിങ്ങളുടെ റൂമുകളിലിരുന്ന്, നിങ്ങളുടെ ആൾക്കാരുടെ റൂമുകളിലിരുന്ന് നിങ്ങൾ തെറി കേൾക്കുമ്പോഴാണ് ഞാൻ ആ മെസ്സേജ് ഇടുന്നത്. ഞങ്ങളുടെ റൂമിൽ അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് തെറി പറയണം. ഞങ്ങളുടെ റൂമിൽ അതൊന്നും തെറി പറയരുത്. പറയാറില്ലെന്നല്ലേ പറഞ്ഞേ? ഓ സമ്മതിച്ചു സാറേ, അതിനാണ് ഞാൻ തെളിവ് അങ്ങോട്ട് ഓക്കെ. അല്ല ഞാൻ ചോദിക്കണതേ, റസാഖ് ഇന്നലെ എൻ്റെ അടുത്ത് പറയാ നിങ്ങളുടെ പണ്ഡിതന്മാർ നുണയാണ് പറയണേന്ന് എൻ്റെ അടുത്ത് സമ്മതിക്കാൻ. ഇതെന്താ കാര്യം? അല്ല പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് ന്യൂക്ലിയറിന് അറിയാമല്ലോ, പറ, ചോദിക്കും. നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നു ഞങ്ങൾ വേദക്കാരാണ്, ക്രിസ്ത്യാനികൾ വേദക്കാരാന്നാ പറഞ്ഞേക്കണേ. ഞാൻ ക്രിസ്ത്യാനിയാണ്. അതെ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ ക്രിസ്ത്യാനികളാകുന്നു എന്ന് പറഞ്ഞവരാണ് ഏറ്റവും നല്ലവരെന്നാ പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ ക്രിസ്ത്യാനി ആകുന്നു എന്ന് പറഞ്ഞേക്കാണ്. ഇനി പറ. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ന്യൂക്ലിയർ ക്രിസ്ത്യാനിയാണെന്ന് ഏതെങ്കിലും എന്താണ് മാമോദിസ സർട്ടിഫിക്കറ്റ് വേണോ? അതാണ് ക്രിസ്ത്യാനിറ്റി. ആ പിന്നെ കത്തോലിക്ക സഭയിലെ മാമോദിസ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. ഇനി ലീഗലായിട്ട് പോണെങ്കിൽ മതി. SSLC ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ തളി സ്നാനമാണോ കുളി സ്നാനമാണോ നടത്തിയത്? പറ. അതാണ് ഇവിടെ, അത് നഹാസിനെ ബാധിക്കുന്ന കാര്യമാണ്. ആദ്യം അത് പറ. അല്ല ഇത് ഞാൻ ചിലപ്പോ ക്രിസ്ത്യാനി അല്ലാന്ന് പറയുന്ന ടീമുണ്ട് നിങ്ങളുടെ കൂട്ടത്തില്. നഹാസെ,
നഹാസെ അത് ഞാൻ പറ കാര്യം ന്യൂക്ലിയറെ. ചോദിക്കട്ടെ നഹാസ് ഒരു അപ്പൊ മിനിറ്റ്. നിങ്ങൾക്കിടയിൽ ഇങ്ങനെ നിങ്ങള് നീ ഞങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനികളാണെന്ന് പല പല പ്രശ്നങ്ങളുണ്ട്. അതിന് നഹാസ് അതേ എന്താ കണക്ക് തന്നെ പ്രശ്നം? നമുക്കിടയിലും പല പ്രശ്നങ്ങളും ഉണ്ട്. ഇത് ന്യൂക്ലിയർ അതിന് നിങ്ങളുടെ അതിനിടയിൽ ഇടയിലെ ഇപ്പൊ എന്തിനാ പ്രശ്നമല്ല കടന്നു ഞാൻ ചോദിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഇപ്പൊ ഞങ്ങളെന്ന് പറയാൻ അതല്ലേ പറയാം, നിങ്ങൾക്കിടയിലുള്ളവരെ പോലും നിങ്ങൾ തമ്മിൽ തല്ലാണ് ഞാനാണ് ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ഇടയിൽ പിന്നെ പെർഫെക്റ്റ് ആണല്ലോ മുജാഹിദും സുന്നിയുടെയും, പിന്നെ അവര് പിന്നെ കെട്ടിപ്പിടിച്ചാ കാണുന്നത്. നമ്മൾ പരാതിയായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നില്ലല്ലോ. ഞങ്ങൾ നമുക്കിടയിലുള്ള നമ്മൾ ഞങ്ങൾ വരണുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നഹാസ് ഇത് പ്രശ്നം അതൊന്നുമില്ല. നഹാസ് ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾ ക്രിസ്ത്യാനികൾ വേദക്കാരാണ് എന്ന് നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്നു. ഇത് ശരിയാണോ? അതല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ പണ്ഡിതന്മാര് കണ്ടിട്ടുണ്ടാവും, വേദക്കാരായിട്ടുള്ള ക്രൈസ്തവരെ കണ്ടിട്ടുണ്ടാവും, അമാനി മൗലവി വേദത്തെ കണ്ടിട്ടുണ്ടാവും. ഫോളോ ചെയ്യുന്ന. അമാനി മൗലവിയും കണ്ടിട്ടുണ്ടോ? ഈ റീസെന്റ് ജീവിച്ചിരുന്ന അമാനി മൗലവി പറയുന്നു. അതെ, നാളെയുള്ള ആൾക്കാരും കാണും. ഓക്കെ, അപ്പൊ ഞങ്ങള് ക്രിസ്ത്യാനികള് വേദക്കാരാണെന്നല്ല നിങ്ങളുടെ പണ്ഡിതന്മാര് പറയുന്നത്. ഇത് എന്റെ അടുത്ത് നിങ്ങളുടെ പണ്ഡിതന്മാര് നുണ പറയേണ്ട കാര്യം എന്താ? റസാഖ് പറയാ ഞാൻ നിങ്ങളുടെ പണ്ഡിതന്മാര് എനിക്ക് പറയാലോ എന്ത് പറയാന്ന്? ക്രൈസ്തവർ വേദക്കാരാണെന്ന് പറയാലോ. മുൻ വേദക്കാരാണ് ക്രൈസ്തവർ. എനിക്ക് പറയാം. അതെ, ഞാൻ അറിഞ്ഞ ആ മുൻവേദക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുമുണ്ട്. അവരെനിക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല? ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് നിങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ഷാ പറയുന്നു. ശരിയാണോ? ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ തന്നെയാണ് ക്രൈസ്തവർ. അപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? അല്ലല്ല, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? ന്യൂക്ലിയറെ ഖുർആനില് ക്രൈസ്തവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം? ക്രൈസ്തവർ വഴിവിളച്ചവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും വായിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ക്രൈസ്തവര് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പറാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വേറെന്താ? ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന ബുക്ക് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെന്താ പറഞ്ഞിട്ടുണ്ട്? മുഹമ്മദിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്രൈസ്തവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ? നഹാസിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട്. അല്ല, നബിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ പുസ്തകമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടോ ആരെങ്കിലും? പിന്നല്ലാതെ അത് നഹാസൻ അറിഞ്ഞൂടെ? അല്ലല്ല, ഈ അല്ല നിങ്ങൾ ഈ പറയുന്നത് എന്താണ്? 9-ാം നൂറ്റാണ്ടിലാണ് അറബ് മേഖലയിൽ ഇഞ്ചിലിന്റെ അറബി പതിപ്പ് വന്നിട്ടുള്ളതെന്ന, ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഒക്കെ നടത്തിയിട്ടുള്ളതെന്ന. അതുകൊണ്ടാണ് അള്ളാഹു ഒക്കെ ട്രാൻസ്ലേഷനിലേക്ക് പിന്നെ ബുക്കില്ല. പിതാവായ ദൈവം അള്ളാഹു ആയിപ്പോയി എന്നൊക്കെ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അല്ല, ട്രാൻസ്ലേഷനിലേക്ക് പിന്നെ ബുക്ക് ഉണ്ടാവൂലേ? അതുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് എന്താണ് കാര്യം? അപ്പൊ ഖുറാന്റെ മലയാളം ട്രാൻസ്ലേഷന് മുമ്പ് ഖുറാൻ ഇല്ലായിരുന്നു ഇവിടെ? അല്ല, എന്നാ പിന്നെ ആ ഒരു ആശയം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ? പിന്നെ മുസ്ലിങ്ങളുടെ ദൈവത്തെ കടമെടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ചിലപ്പോ ഒരു മിനിറ്റ്, ഞങ്ങളുടെ ആശയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം നഹാസം? നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞേക്കാൻ ഞങ്ങളുടെ ബുക്ക് ശരിയാന്ന്, നിങ്ങളുടെ ദൈവം പറഞ്ഞേക്കാൻ ഞങ്ങളുടെ ബുക്ക് ശരിയാന്ന്. ഇപ്പൊ നമുക്ക് തിരിച്ച് വാദിച്ചൂടെ ന്യൂക്ലിയർ? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്, ഞങ്ങളായിട്ടല്ല വാദിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിനെതിരായിട്ട് വാദിക്കുക, അതാണ് ശരി. അല്ല, ഇപ്പൊ നിങ്ങൾ മാത്രമല്ല, ക്രൈസ്തവരെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ളതല്ലേ. അപ്പൊ അറബ് ക്രൈസ്തവരുടെ അടുത്ത് നോക്കിയാല് അവര് പറയുന്നത് അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്നാണ് പറയുന്നത്. അവർ ഈ ഈസ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് യേശു എന്ന് ആരും പറയത്തില്ല. അവര് യേശു തന്നെയാണ് പറയുന്നത്, ഈസാനൊന്നും അവർക്ക് അറിയാൻ പാടില്ല. അയ്യോ, ആരാണ് പറയുന്നത്? ആ യേശു എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അറബി വീഡിയോ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. നീ അതൊന്നും ഇവിടുത്തെ വിഷയമൊന്നുമല്ല. ഞങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ശരിയാണെന്നാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ മതി. അറബിക് ലാംഗ്വേജിൽ എന്ന് പറഞ്ഞ ഒരു വവൽസ് കൊണ്ടുവരാൻ പറ്റത്തില്ല. അറബിക് ലാംഗ്വേജിൽ എന്തുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ശരിയാണെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞു. എനിക്ക് അത്ര അറിഞ്ഞാൽ മതി. ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനെ കുറിച്ച് നഹാസിന്റെ അഭിപ്രായം എന്താണ് പറയാ? അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ നിങ്ങളാണ് പറയേണ്ടത്. ഞങ്ങൾ പറയുന്നു ശരിയാണ്, ഞങ്ങൾ ശരിയാണെന്ന് പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. ശരിയാണോ? പിന്നെ ബൈബിള് ശരിയായതുകൊണ്ടാണല്ലോ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് നിൽക്കുന്നേ. ആയിക്കോട്ടെ, അതിനിപ്പോ എനിക്കൊരു പരാതി ഇല്ലാന്നേ. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് നിങ്ങൾ ശരിയെന്ന് തോന്നിയത് മാത്രമേ എടുക്കാവുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നഹാസിന്റെ ഞങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ദൈവിക വചനങ്ങൾ ഉണ്ടെന്ന് നഹാസിന് അറിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ബുക്ക് ഓതന്റിക് ആണോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ കുറച്ച് പേര് ഡിബേറ്റിനൊക്കെ വന്നായിരുന്നേ. ഡിബേറ്റ് ചെയ്യാനുണ്ടോ? എടാ, ഞങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ അതിനുള്ള വകയുണ്ട്. ഡിബേറ്റബിൾ ആയിട്ടുള്ള ഞങ്ങളെ പോലെ നിങ്ങളും വിശ്വസിക്കുന്നു.
ഞങ്ങളെപ്പോലെ നിങ്ങളും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കയ്യിലെ ബൈബിളിൽ ദൈവിക വചനങ്ങളുണ്ടെന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു, മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. പക്ഷേ ക്രിസ്ത്യാനികളായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഖുറാൻ മുഴുവൻ തെറ്റാണ്, ഖുറാനിലെ ദൈവിക വചനം ഇല്ലാന്ന്. ഇതിൽ ആരാണ് പക്ഷെ വിച്ച് ഈസ് ബെസ്റ്റ്? അതിലൊരു പ്രശ്നമുള്ളത് ന്യൂക്ലിയറെ, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങള് ഒറ്റ സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ വരാം. അനിസുവാണ്, എടുക്കണ്ട. ഇതൊക്കെ ഇപ്പം ഇതിപ്പോൾ നമ്മുടെ പ്രശ്നമാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന ബുക്ക് ശരിയാണെന്ന് അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്ക് ശരിയാണെന്ന് ഇവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഇപ്പോൾ തെറി മുഴുവൻ നമുക്കാണ്. എൻ്റെ അടുത്ത് ഇന്നലെ റസാക്ക് പറയാം, ഇത് കേക്ക്, നിങ്ങൾ കേക്ക്, ഞാൻ ആ ഓഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം. റസാക്ക് എൻ്റെ അടുത്ത് എക്യൂപ്പ് കേട്ടായിരുന്നില്ലേ? റസാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, പറയടാ നിന്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം തെറ്റാണെന്ന് നീ പറയടാന്ന്. അങ്ങനെയല്ല പറഞ്ഞേ. ഇത് നമ്മളിവിടെ ആഡിയോ കേൾപ്പിക്കുന്ന സമയത്ത് മുഴുവൻ സമയം നവാസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലായിരുന്നല്ലേ? കേട്ടു. ഞാനവിടെ ഈ ഓഡിയോ കേൾപ്പിക്കുന്നല്ല, ഈ റൂം ലൈവ് നടക്കുന്ന സമയത്ത് പുള്ളി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കതല്ല, ഷാ വരെ ക്രിസ്ത്യാനിയാണ്. എക്യുപ്പ ഇത് കേൾക്കണ്ടോ? എക്യുപ്പ നമ്മുടെ ഷാ വരെ ക്രിസ്ത്യാനിയാണെന്നാ ഇപ്പൊ പറയണേ. ഇപ്പൊ ഞങ്ങളിപ്പോ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഇത്. ഏതാ ക്രിസ്ത്യാനികൾ വഴിവഴച്ചാനാണ് ഇവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഷാ വഴിവഴച്ചാനാണോ? അതല്ല ഈ എം അക്ബർ പറഞ്ഞു മുഹമ്മദ് പറയുമ്പോ ഒരു അപകർഷതാബോധമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഖുർആൻ ഹദീസ് ഒക്കെ പറയുന്ന അപകർഷതാബോധമായി. ഇപ്പൊ മുസ്ലിമാന്ന് പറയുന്ന അപകർഷതാബോധമായി തോന്നുന്നു. ഇച്ചിരി സ്റ്റാൻഡേർഡ് ഒക്കെ വേണമെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയണം എന്ന് തോന്നുന്നു. എനിക്കറിയില്ല. ഇന്നലെ ഇവര് ഫഹദിനെ, ഈ പട്ടാളം എന്ന് പറഞ്ഞ ഒരുത്തൻ ഫഹദിനെ ഇരുന്ന് കോർണർ ചെയ്യണ്ടായിരുന്നു. ഫഹദ് ഈ പണി പറ്റില്ലെങ്കിൽ നിർത്തി പോകാനൊക്കെ ഇവന്മാരുടെ കൂട്ടത്തിലെ ആൾക്കാർ ഫഹദിനോട് പറഞ്ഞു. ഈ ഫഹദൊക്കെയാണ് ഇവരുടെ മതത്തിന് വേണ്ടി അല്പം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഈ പട്ടാളം എന്ന് പറഞ്ഞവനൊക്കെ മാളത്തിൻ്റെ ഉള്ളിൽ കയറി തെറി പറയാനല്ലാതെ ഇവനൊക്കെ വാതുറക്കാറില്ല. ഇവനൊക്കെ ഒന്ന് കളത്തിലിറങ്ങി കളിക്കാൻ പറ. ആ ഖുറാൻ വെച്ച് ക്രിസ്ത്യാനികളുടെ അടുത്ത് 2 പ്രാവശ്യം ഒന്ന് ഡിബേറ്റ് ചെയ്യാൻ പറ. അപ്പോൾ അറിയാം അവൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഞാൻ ഈ പട്ടാളത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ ഫഹദിൻ്റെ അടുത്ത് അതേ ചോദ്യം ഞാൻ ചോദിക്കുന്നു. മുഹമ്മദ് ചെയ്ത നബിചര്യ നിനക്ക് ബാധകമാണല്ലോ, എങ്കിൽ മുഹമ്മദ് കാണിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നീ പിന്തുടരുന്നുണ്ടോ? എന്തൊരു ഗതികേടാണ്ട് ഫഹദിനെ കളിയായിക്കൊണ്ടിരിക്കുക. ഫഹദെ പറ്റില്ലെങ്കിൽ പണി നിർത്തിയിട്ട് പോകാൻ. ഇവനൊക്കെ എന്നാ ദാവപ്രവർത്തനമാണെന്നറിയാമോ? ഇവൻ്റെ വലിയ കൂട്ടുകാരനാണ് നബീൽ വന്നിട്ട് ഫാത്തിക തെറ്റി ചോദ്യം മാപ്പ് പറഞ്ഞാണ്. ഇത്രയും വലിയ ദാവാക്കാരാണ്. ക്രിസ്ത്യാനിയുടെ അടുത്ത് മാപ്പ് പറയേണ്ട ഗതികേട് അവനൊക്കെ ഉണ്ടായി. എനിവേ, ഞാൻ ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കട്ടെ, എല്ലാവരും കേട്ടോ. അതെ, റസാക്ക് ആരും ചിരിച്ച് ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. ടൈറ്റിൽ മാറ്റി വയ്ക്കുമ്പേ. ഒരു മിനിറ്റ്, ടൈറ്റിലൊന്ന് മാറ്റിയാട്ടെ കേട്ടോ. ഞങ്ങളുടെ പണ്ഡിതന്മാരെ ഈ ന്യൂക്ലിയർ ക്രിസ്ത്യാനിയാന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. തുമ്പിന്റെ ഒരു ഫോട്ടോ എടുത്തു, തുമ്പ് ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണ് അംഗീകരിക്കും. ആ അവസ്ഥയിലാണ് ഇപ്പൊ ഇവന്മാർക്ക്. ഇന്നലെ ചോദിച്ച ചോദ്യം അതുപോലെയാ.